ഈ ആസിഫലിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അവഗണന ഒന്നല്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം ഒരാളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ അവഗണിക്കലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ ഒരു തരത്തിൽ വേദനായി മാറുക എന്നുള്ളതിനെ കുറിച്ച്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ പറമ്പിലേക്ക് ഞാൻ തുപ്പി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പണതാണ്. പക്ഷെ അത് കാണുമ്പോൾ അയാളുടെ മനസ്സിൽ എൻ്റെ അടുത്ത് വെറുപ്പും ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ വിഷമോ അയാളുടെ മനസ്സിൽ സങ്കടമോ എന്തെങ്കിലുമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അയാളുടെ മനസ്സിലുള്ള കാര്യം ഞാൻ അറിയുക. അയാളുടെ മനസ്സിൽ അങ്ങനെ ഉള്ളത് ചിലപ്പോൾ അയാൾ എൻ്റെ അടുത്ത് അത് പറയണമെന്നില്ല. ആ രീതിയിലൊരു സാധനമാണിത്. ഇയാളിങ്ങനെ ഒരു അവാർഡാണ് കൊടുക്കുന്നത്, എന്തോ ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അത് എന്തോ ഞാനെന്തോ വലിയ സംഭവമില്ലേ, ഞാൻ ഈ മറ്റേ ഏതോ യൂണിവേഴ്സിൽ നിന്ന് ഇപ്പം ഇറങ്ങി വന്നതല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു മുഖം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു അവഗണന, അത് വലിയൊരു അവഗണന തന്നെയാണ്. ഈ അവഗണിക്കുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും ഒക്കത്തിന് ഓരോ രീതി ഉണ്ടല്ലോ. ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് സംഗതി. അത് വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. പറയുമ്പം ഇയാൾക്ക് രീതിയിൽ വന്നിരുന്ന് പറയും ചെയ്യും, ഞാൻ വലിയ തെറ്റോ കുറ്റോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് ആസിഫിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അവഗണനയാണ്. അയാളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള ഒരു വികാരത്തോടുകൂടെയാണ് ഈ ഒരു പരിപാടി ചെയ്തതെന്നുള്ളതും അറിയില്ല. ഏതെന്നായാലടാ തീട്ട കേസായി പോലടാ.